വാർത്തകൾ വിശദമായി നോക്കാം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ച തൂഫാൻ ദി നാർക്കോ ഹണ്ട് മികച്ച രീതിയിൽ മുന്നേറുന്നു. ലഹരിയുടെ അടിവേരറുക്കാനുള്ള യജ്ഞം തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോൾ 1500ഓളം കേസുകളാണ് സംസ്ഥാനത്താകെ രജിസ്റ്റർ ചെയ്തത്. ലഹരി മരുന്നിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ പുതിയ വിഭാഗം രൂപീകരിച്ചതടക്കം നേട്ടമാണ്. ലഹരിയെ തുരത്താൻ മുന്നോട്ട് വെച്ച കർമ്മ പദ്ധതിയിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് വളരെ വ്യാപകമായ തോതിലുള്ള മയക്കുമരുന്നിൻ്റെ പ്രചരണം ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലുമുള്ള കുട്ടികളെയാണ് അവർ പരമാവധി ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ആ പദ്ധതി ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം പോലീസ് ആസ്ഥാനത്തെത്തിയ രമേശ് ചെന്നിത്തല ആദ്യം പ്രഖ്യാപിച്ച പദ്ധതി ഓപ്പറേഷൻ തുഫാൻ ദി നാർക്കോ ഹണ്ട്. അനുദിനം കരുത്തു പ്രാപിക്കുന്ന ലഹരി ശൃംഖലയെ എങ്ങനെ തകർക്കണമെന്ന കൃത്യമായ ബോധ്യത്തോടെയാണ് രമേശ് ചെന്നിത്തല പദ്ധതി പ്രഖ്യാപിച്ചത്. സേനയിലെ ഒരു ചെറിയ വിഭാഗം ഇത്തരക്കാരെ സഹായിക്കുന്നുവെന്ന വിവരം മുൻ സർക്കാരിന്റെ കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഗുണ്ടകളുടെ ശുചിമുറിയിൽ നിന്നും പോലീസുകാർ തന്നെ പിടികൂടിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഉൾപ്പെടെ കേരളം കണ്ടിട്ടുണ്ട്. പിന്നാലെ ഇക്കാലമത്രയും പൊതുപ്രവർത്തനത്തിൽ നിന്നും ഉൾക്കൊണ്ട അപാരമായ പരിചയസമ്പന്നതയിൽ നിന്നും ഓപ്പറേഷൻ തൂഫാൻ എങ്ങനെ നടപ്പിലാക്കണമെന്ന മാസ്റ്റർ പ്ലാൻ ഒരുക്കി. പോലീസിനു പുറമെ എക്സൈസ്, ആരോഗ്യവകുപ്പ് തുടങ്ങിയ മറ്റു വകുപ്പുകളെ ചേർത്തുള്ള സംയുക്ത ഓപ്പറേഷൻ. വെറുതെ പറയുന്നതല്ല. പോലീസും എക്സൈസും അരയും തലയും മുറുക്കി ഇറങ്ങിയിട്ടുണ്ട്. ഒരാഴ്ച തികയുമ്പോൾ രജിസ്റ്റർ ചെയ്തത് 1442 കേസുകൾ, 1559 അറസ്റ്റ്. പിടിച്ചെടുത്തത് 112 കിലോ കഞ്ചാവ്, 1.13 കിലോ MDMA. വലിയ അളവിലുള്ള ലഹരിക്കടത്തിന് മാത്രം 12 കേസെടുത്തു. തൂഫാൻ മാസ് ഓപ്പറേഷനിൽ കേരളത്തിലേക്ക് ലഹരി ഒഴുക്കുന്ന വിദേശ സംഘത്തിലെ കണ്ണുകളും വലയിൽ കുടുങ്ങി. പന്തളത്ത് ദമ്പതിമാരടക്കം അറസ്റ്റിലായ MDMA കേസിലെ മുഖ്യകണ്ണി നൈജീരിയൻ പൗരൻ സാമുവൽ ക്ലിഫേഴ്സനെ ഡൽഹിയിലെത്തി അതിസാഹസികമായി കീഴടക്കിയത് ഇതിനു തെളിവാണ്. വ്യാപകമായ തോതിൽ എവിടെയെല്ലാം ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും മയക്കുമരുന്നും ഉണ്ടോ അതിനെയെല്ലാം പിടിച്ചെടുക്കാനും അതിൻ്റെ സോഴ്സ് കണ്ടെത്താനും ഉള്ള നടപടിയാണ്. രമേശ് ചെന്നിത്തല ദീർഘവീക്ഷണത്തോടെ മുന്നോട്ട് വെച്ച ഈ പദ്ധതിയിൽ 24നും അഭിമാനമുണ്ട്. കാരണം ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു മഹാലക്ഷ്യം പൂർത്തിയാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങി. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പാറശാല മുതൽ കാസർഗോഡ് വരെ നടത്തിയ SKN40 ലഹരിവിരുദ്ധ യാത്ര ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതിക്ക് കാരണമായതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. SKN നടത്തിയ പോരാട്ടം നമുക്കെല്ലാവർക്കും മാതൃകയായി. ആ പോരാട്ടത്തിൽ നിന്നാണ് ഞാൻ ഈ പരിപാടി ആലോചിച്ചത്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഈ നാടിനെ തകർക്കുന്ന ലഹരിക്കെതിരായി ഒരുമിച്ച് നിൽക്കണം. ഓപ്പറേഷൻ തൂഫാൻ പാതി വഴിയിൽ നിന്നുപോകുന്ന ഒരു പദ്ധതിയായിരിക്കില്ല. ലഹരിവേട്ടയ്ക്കുള്ള തുടർ രൂപരേഖ ആഭ്യന്തര വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ ജില്ലയിലും 100 പേരെ വീതം തൂഫാൻ വാരിയർമാരായി നിയോഗിക്കും. രഹസ്യവിവരങ്ങൾ പോലീസിനെ അറിയിക്കുകയാണ് ദൌത്യം. പോലീസിൽ തൂഫാൻ ഇന്റലിജൻസ് ആരംഭിച്ചിട്ടുണ്ട്. ലഹരിവിരുദ്ധ ദിനമായ ഈ മാസം 26-ന് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും തൂഫാൻ യജ്ഞത്തിന് തുടക്കം കുറിക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.